വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജെൻസി വഹിക്കാൻ പോകുന്ന പങ്കിനെക്കുറിച്ച് ഗൗരവത്തോടെ പഠിക്കാൻ ശ്രമിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും കളിക്കളമാക്കി ആദ്യത്തെ തലമുറയായ ജെൻസിയുടെ ആശയവിനിമയ സങ്കേതങ്ങൾ, ലോകവീക്ഷണം എന്നിവ ലോകം ചർച്ച ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ജെൻസിയുടെ പിന്തുണ അത്യന്താപേക്ഷിതമാകുന്ന കാലഘട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ ഭാവി രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിലെ വിജയ പരാജയങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്നവയുമാണ്. അടുത്ത 5 മാസങ്ങൾ കഴിഞ്ഞാൽ സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്ന തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾക്ക് ജെൻസിയെ വിട്ട് കളിക്കാൻ കഴിയില്ല. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്ടുകഴകം ജെൻസിയുടെ പിന്തുണയ്ക്കായി അഹോരാത്രം പരിശ്രമിക്കുമ്പോൾ അതുക്കുമേലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ വിഭാഗം യുവതയുടെ പിന്തുണ സ്വന്തം തട്ടകത്തിലേക്ക് മാറ്റാനുള്ള കഠിന ശ്രമങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഭരണകക്ഷിയായ DMK-യുടെ യുവജന വിഭാഗം കഴിഞ്ഞ ദിവസം തിരുവണ്ണാമലയിൽ സംഘടിപ്പിച്ച മഹാസമ്മേളനം ഈ പശ്ചാത്തലത്തിൽ കാണേണ്ടതുണ്ട്. ചലച്ചിത്ര നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് നേതൃത്വം നൽകുന്ന TVK ലക്ഷ്യമിടുന്ന ജെൻസി യുവജന പിന്തുണയ്ക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ സമ്മേളനം. വലിയ ചർച്ചകൾക്ക് വഴി ഒരുക്കിയിരിക്കുകയാണ് DMK-യുടെ ഈ സമ്മേളനം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത്. ശക്തി പ്രകടനത്തിനായി മാത്രമല്ല, യോഗത്തിൽ സംസാരിച്ച DMK-യുടെ യുവജന വിഭാഗ സെക്രട്ടറി കൂടിയായ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പേര് പരാമർശിക്കാതെ തന്നെ രാഷ്ട്രീയ എതിരാളികളെ വിമർശിച്ചു. സൗന്ദര്യം കൊണ്ടാണ് ആളുകൾ മഴവില്ലിനെ കാണാൻ കൂടുന്നത്, പക്ഷേ അത് സ്ഥിരമല്ല. ഉയരുന്ന സൂര്യൻ സ്ഥിരമാണ്, പ്രകാശം നിലനിൽക്കുന്നതുമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. 2026 തെരഞ്ഞെടുപ്പ് പ്രധാനമാണെന്നും തമിഴ്നാടിന്റെ ഭാവി നിർണയിക്കുന്ന തീരുമാനമാണെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. മുന്നോട്ടുള്ള പുരോഗതി വേണോ അതോ പിന്നോട്ട് പോകണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. AIADMK-യെയും BJP-യെയും ലക്ഷ്യമിട്ട് സ്റ്റാലിൻ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു. തമിഴ്നാടിനെ ഒരു പതിറ്റാണ്ട് പിന്നോട്ടടിച്ച AIADMK വീണ്ടും നല്ലവരായി വോട്ട് ചോദിക്കും. BJP പതിവ് നുണകൾ പ്രചരിപ്പിച്ച് വീണ്ടും കലാപമുണ്ടാക്കാൻ ശ്രമിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രസ്താവനകളെയൊക്കെ യുവജനങ്ങളോട് ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് DMK നേതാക്കൾ കണ്ടതും വിശദീകരിച്ചതും. 2026 തെരഞ്ഞെടുപ്പിലൂടെ തമിഴ്നാട് 50 വർഷം മുന്നോട്ട് പോകുമോ അതോ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നവർക്ക് കീഴടങ്ങുമോ എന്നതാണ് ജനങ്ങൾക്ക് മുന്നിലെ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ജനങ്ങളുടെ മറുപടിയാണ് ദ്രാവിഡ സർക്കാർ 2.0 എന്നും ജെൻസി പ്രയോഗങ്ങൾ കടമെടുത്ത് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദയനിധി സ്റ്റാലിൻ BJP-യെയും കടുത്ത രീതിയിൽ വിമർശിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇലക്ഷൻ കമ്മീഷൻ എന്നിവ ഉപയോഗിച്ചാണ് തമിഴ്നാട്ടിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. AIADMK BJP-യുടെ അടിമയായി മാറിയെന്നും തമിഴ്നാട് ജനങ്ങളുടെ താൽപര്യങ്ങളെ വഞ്ചിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുവ വോട്ടർമാരെ ലക്ഷ്യമിട്ട് TVK നീക്കങ്ങൾ നടത്തുമ്പോൾ DMK-യും ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല. വലിയ യുവജന കൂട്ടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന ധാരണകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ പാർട്ടിയിലെ യുവാക്കൾ അച്ചടക്കം പാലിക്കുന്നവരാണ് ഉദയനിധി പറഞ്ഞു. 1 കോടി പേർ ഉണ്ടായാലും അച്ചടക്കം പാലിക്കുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനമെന്നും അച്ചടക്കമില്ലാതെ ഒന്നും നേടാനാവില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബീഹാറിന് ശേഷം BJP അടുത്ത ലക്ഷ്യം വെക്കുന്നത് തമിഴ്നാടാണെന്ന കേന്ദ്രമന്ത്രി അമിത് ഷായുടെ പരാമർശത്തിന് ഉദയനിധി മറുപടി നൽകി. തമിഴ്നാട് അതുല്യമാണ്. വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ജയിക്കാം, പക്ഷേ തമിഴ്നാട്ടിൽ എളുപ്പത്തിൽ പ്രവേശിക്കാം എന്ന് കരുതുന്നത് തെറ്റായ കണക്കുകൂട്ടലാണ് എന്നും തമിഴ്നാട് ഉപമുഖ്യമന്ത്രി അടിവരയിട്ട് പറഞ്ഞു. 2026 തെരഞ്ഞെടുപ്പ് തമിഴ്നാടിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമാകും എന്നുറപ്പാണ്. തിരുവണ്ണാമലയിൽ നടന്ന ഈ സമ്മേളനം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടക്കം എന്ന നിലയിൽ വിലയിരുത്തപ്പെടുകയാണ്. ഒപ്പം ജെൻസി താൽപര്യങ്ങളും യുവതയുടെ സ്വപ്നങ്ങളും കോർത്തിണക്കി നല്ലത് ചെയ്യാനുള്ള ശ്രമങ്ങൾ മുൻനിർത്തിയാകും തമിഴ്നാട് ഇത്തവണ വോട്ട് ചെയ്യുക എന്ന് വ്യക്തം. യുവജനങ്ങളുടെ ആശയും ആവേശവും നന്നായി മനസ്സിലാക്കുന്നതിൽ വിജയിക്കുന്ന രാഷ്ട്രീയ സംഘടനയ്ക്കാകും മുൻതൂക്കം.